ഹലോ എഫ്രേറ്റ്, ഗുഡ് ഈവനിങ്. എന്താണ് എല്ലാരും വിശേഷങ്ങൾ? നന്നായിട്ട് പഠിക്കണൊക്കെ ഉണ്ടല്ലോ അല്ലെ? അനീസാറ് ടെക്നിക്ക് യൂസ് ചെയ്ത് ക്രോണോളജി ഒക്കെ പഠിക്കാൻ എല്ലാരും പഠിച്ചോ? അപ്പൊ ഇന്ന് ക്രോണോളജി വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ സെറ്റ് ആയിരിക്കും അല്ലെ? കുറെ ആൻസറുകൾ ഉണ്ടാവണം. ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല, നമ്മൾ ഇയർ ചോദിക്കുമ്പോ കുറെ ആൾക്കാർ പറയാനുണ്ടാവണം. ഓക്കെ, ആ ടെക്നിക്ക് വർക്ക് ആവാത്തവര് നമുക്ക് വർക്ക് ആവുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. വർക്ക് ആവണില്ലെങ്കിൽ അതിൽ തന്നെ കുറെ ഫോക്കസ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് PYQs തുടങ്ങിയാലോ? എല്ലാരും റെഡി അല്ലേ? നിങ്ങൾ ജൂൺ 24 PYQs നോക്കിയിട്ടുണ്ടോ? ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? സ്റ്റോറി മാത്രം അറിഞ്ഞാൽ പോരട്ടോ, ഇയർ കിട്ടാനാണല്ലോ നമ്മൾ സ്റ്റോറി പഠിക്കണത്. ഓക്കെ, ചെയ്തവരുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് പോവാട്ടോ. നമ്മള് കോമഡി ആയാലൊന്നും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. നമ്മൾ മാത്രമല്ല അറിയുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യനിൽ ആവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ 5 യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതില് ആൻഷ്യൻ ഇന്ത്യയില് മൾട്ടി ഡിസിപ്ലിനറി ആയിരുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ ആണ് എന്നുള്ളതാണ് ചോദ്യം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, തക്ഷശില യൂണിവേഴ്സിറ്റി, നലന്ദ യൂണിവേഴ്സിറ്റി, വല്ലഭി യൂണിവേഴ്സിറ്റി, വിക്രംശില യൂണിവേഴ്സിറ്റി. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാട്ടോ. ക്വസ്റ്റ്യനും നന്നായിട്ട് വായിക്കുക, ഓപ്ഷൻസും നന്നായിട്ട് വായിക്കുക. ആൻഷ്യൻ ഇന്ത്യ എന്നുണ്ട്, മൾട്ടി ഡിസിപ്ലിനറി എന്നുണ്ട്. എല്ലാവരും മാക്സിമം ആൻസർ ചെയ്യാൻ നോക്കാട്ടോ. ശരി ആയിക്കോട്ടെ തെറ്റായിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ എന്താണോ അത് ആൻസർ ചെയ്യാട്ടോ. ഓക്കെ, ഡി ആണ് അധികം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്, ചിലർ സി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡി ആണ് അല്ലേ? പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കാരണം എന്താണ്, ബാക്കി എല്ലാ ഓപ്ഷൻസിലും എ ഉണ്ട്. എ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് ഇയറിലാണ്? ആൻഷ്യൻ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റി 1916. യെസ്, 1916 ആണ് അല്ലേ? കറക്റ്റ് ഷാർലി. അപ്പോ അതെന്തായാലും ആൻഷ്യൻ യൂണിവേഴ്സിറ്റി എല്ലാം നമുക്കറിയാം. അപ്പൊ അത് ക്യാൻസൽ ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. മാത്രമല്ല ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മിക്ക യൂണിവേഴ്സിറ്റീസും മൾട്ടി ഡിസിപ്ലിനറി എന്നായിരുന്നു കേട്ടോ. നമ്മള് യൂണിവേഴ്സിറ്റീസ് ഡിസ്കസ് ചെയ്തപ്പം അവിടെ പഠിപ്പിച്ചിരുന്ന സബ്ജക്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ മെയിൻ ആയിട്ട് ഒരു സബ്ജക്ട് ഉണ്ടാവുമെങ്കിലും ബാക്കി സബ്ജക്റ്റുകളും പഠിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്ട് ആൻഷ്യൻ ഇന്ത്യ NEP റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷിഫ്റ്റ് വൈസ് ആണ് കേട്ടോ. അതായത് ഒരു ഷിഫ്റ്റിൽ വന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ്, പിന്നെ അടുത്ത ഷിഫ്റ്റിൽ 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും 5 ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ഏരിയന്നാണ് ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് കാറ്റഗറൈസ്ഡ് ആവുമ്പം
നമ്മൾ ആ ഒരു ഏരിയ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ഇത് കുറച്ചും കൂടി എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു ഏരിയ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പോ ഇത് ആൻസർ ചെയ്യൂ. NEP റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. NEP നമുക്കറിയാം ഡിഫറെന്റ് ആയിട്ടുള്ള NEP എന്താണ്, മൾട്ടി ഡിസിപ്ലിനറി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഡിഫറെന്റ് ഫീൽഡ്സ് ഓഫ് നമ്മൾ അക്കാഡമിക്സിലുള്ള ഡിഫറെന്റ് ഫീൽഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, സയൻസ് ഉണ്ട്, ആർട്സ് ഉണ്ട്, പിന്നെ അങ്ങനെ പലതുണ്ടല്ലോ, മാത്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് NEP പറയുന്നത്. അപ്പോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി ലെവലില് ഹ്യൂമാനിറ്റീസുമായിട്ട് ഏതൊക്കെ സബ്ജക്ട്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പ്രൊപ്പഗാൻഡ, ടെക്നിക്സ്. NEP എന്നൊക്കെ പല കേട്ടോ. അപ്പൊ മാക്സിമം PYQs ചെയ്യാ. ഉണ്ട്, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറയട്ടോ. ഓക്കെ, വീഡിയോ ഓഫ് ആക്കി വെക്കാട്ടോ. ഇനിയും ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ കേട്ടോ, കണക്ഷൻ ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസറുകൾ എന്തൊക്കെ ആൻസറുകൾ വന്നിട്ടുണ്ട്? A ഉണ്ട്, D ഉണ്ട്, Aയും D ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ A ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സയൻസും ടെക്നോളജിയും എഞ്ചിനീയറിംഗും മാത്തമാറ്റിക്സ് ആണ്. പ്രൊപ്പഗാൻഡ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് യെസ് സ്റ്റെം പറയാട്ടോ. പ്രൊപ്പഗാൻഡ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. പ്രൊപ്പഗാൻഡ ടെക്നിക്സ് എന്ന് പറഞ്ഞാല് നമ്മള് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പൊതുവെ പറയാറുണ്ടല്ലോ പ്രൊപ്പഗാൻഡ ആണ് അങ്ങനത്തെ ഒക്കെ. ഓക്കെ, അതാണ് കേട്ടോ. ബാക്കിയുള്ളത് സയൻസും ടെക്നോളജിയും എഞ്ചിനീയറിംഗും മാത്സും ആണ്. ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് സ്റ്റെം എന്ന് പറയും കേട്ടോ. ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തതാണ് എസും ടിയും ഇയും എമ്മും. ഈ സ്റ്റെമ്മിനെ ഹ്യൂമാനിറ്റീസ്, ആർട്സ് അങ്ങനത്തെ ഈ ഒരു ഫീൽഡ് ഉണ്ടല്ലോ അതിലേക്ക് കണക്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് NEP പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റെം സബ്ജക്ട്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ NEP ആണ്. നന്നായിട്ട് ഓപ്ഷൻസ് വായിച്ച് ആൻസർ ചെയ്യാട്ടോ ഈ ക്വസ്റ്റ്യൻ. NEP 2020 എന്ത് ക്രിയേറ്റ് ചെയ്യാനാണ് ലക്ഷ്യം വെക്കുന്നത്? ഫ്രാഗ്മെന്റഡ് യൂണിവേഴ്സിറ്റീസ് ആണോ, ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് ആണോ, നോളജ് ഹബ്സ് ആണോ, കോർപ്പറേറ്റ് ക്ലസ്റ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണോ? നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ചൂസ് ചെയ്യേണ്ടത്. എല്ലാരും C ആണോ? ഇടയിൽ ആരൊക്കെ A പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, മെജോറിറ്റി C ആണ്. നമുക്ക് നോക്കാം. C ആണ് അല്ലെ. നോളജ് ഹബ്സുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് NEP സജസ്റ്റ് ചെയ്തിട്ടുള്ളത്.
ഫ്രാഗ്മെന്റഡ് യൂണിവേഴ്സിറ്റീസ് നോക്കുക. ഫ്രാഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഫ്രാഗ്മെന്റ് ചെയ്യുക, ലൈക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് NEP പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് NEP എന്താ പറയാ, ലൈക്ക് ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ് കുറെ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു സജഷൻ പറയുന്നില്ല. ഓൺലൈൻ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ക്ലസ്റ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, നമുക്ക് ക്ലസ്റ്ററുകൾ, ഗ്രൂപ്പുകൾ, നോളജ് ഹബ്ബ് എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും വരില്ലല്ലോ നമ്മൾ എഡ്യൂക്കേഷന്റെ ബേസിൽ. ഓക്കെ, ഇനി നമുക്ക് നോളജ് ഹബ്സുകളെ കുറിച്ചൊന്ന് നോക്കാം. നോളജ് ഹബ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ട്രാൻസ്ഫോം ചെയ്യാൻ NEP ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോ ഈ നോളജ് ഹബ്സുകൾ എന്ന് പറയുമ്പം അതില് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, അതിന് മെറു എന്ന് പറയും. പിന്നെ ക്ലസ്റ്റർ അപ്രോച്ച് ആണ്, അതായത് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഏരിയ, ജോഗ്രഫിക്കൽ ഏരിയ വൈസിൽ കുറച്ചൊരു വലിയ ഏരിയ എടുത്തിട്ട് അവിടെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവര് ഒരുമിച്ചിട്ട് ഒരു ഹബ്ബായിട്ട് വർക്ക് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക, ഹൈ ക്വാളിറ്റി ലേണിംഗ് കൊടുക്കുക. പിന്നെ സിനർജി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കമ്പൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുക. അതൊക്കെയാണ് കേട്ടോ നോളജ് ഹബ്സ് എന്ന് ഉദ്ദേശിച്ചാല്. നമ്മളെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി അനീസറെ പവർ കാണിക്കുന്നത്. ഓ സോറി കേട്ടോ, ഇത് ക്രോണോളജി അല്ല. കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസില് ഏതൊക്കെയാണ് ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബാബ സാഹേബ് അംബേദ്കർ എന്ന് പറഞ്ഞാല് നമ്മളെ BR അംബേദ്കർ എന്നാണ് കേട്ടോ, ബാബ സാഹേബ് അംബേദ്കർ എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ BR അംബേദ്കർ ആണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മൂപ്പര് ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. പ്രസിഡൻസി കോളേജ്, ഖൽസ കോളേജ്, സിദ്ധാർത്ഥ് കോളേജ്, മിലിന്റ് കോളേജ്, നാഷണൽ കോളേജ്. നമുക്ക് പറയാം ഫൗണ്ട് ചെയ്തതാണോ അല്ലേന്നൊക്കെ. ക്വസ്റ്റ്യനില് അസോസിയേറ്റഡ് ഏതൊക്കെ കോളേജുമായിട്ടാണ് എന്നാണ്, അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം നമ്മൾ വിചാരിച്ചത് ശരിയാണോ എന്നുള്ളതൊക്കെ. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. വ്യത്യസ്ത തരം ആൻസറുകൾ ഉണ്ട്. കഴിഞ്ഞോ? കുറച്ച് ആൻസർ വന്നിട്ടുള്ളല്ലോ, കുറച്ചും കൂടി വരാണ്ടല്ലോ. എന്തായാലും ആൻസർ ചെയ്യാട്ടോ. നമ്മൾ എക്സാമിന് ഇപ്പം നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ ചെയ്യല്ലോ, അതുപോലെ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാ. ബുദ്ധിയൊക്കെ ഒന്ന് വർക്ക് ചെയ്തോട്ടെ. ഓക്കെ, ABCD 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആൻസർ നോക്കാം അല്ലെ, ആര് പറഞ്ഞിട്ടുള്ളതാണ് കറക്റ്റ് നോക്കാം. ഓപ്ഷൻ B ആണ് കേട്ടോ കറക്റ്റ്. ബിയും സിയും ഡിയും, അതായത് ഖൽസ കോളേജും സിദ്ധാർത്ഥ് കോളേജും മിലിറ്റ് കോളേജും ആണ് കേട്ടോ ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ. ഓക്കെ, ഇതില് സിദ്ധാർത്ഥ് കോളേജ് മുംബൈ, മിലിറ്റ് കോളേജ് ഔറംഗാബാദ്, ഇത് രണ്ടും BR അംബേദ്കറിന്റെ കീഴിലുള്ള ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ബാക്കി 2 യൂണിവേഴ്സിറ്റീസ് നോക്കാം നമുക്ക്. കോളേജസ്, പ്രസിഡൻസി കോളേജ് കൊൽക്കത്ത, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1817 പിന്നീട് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത് 1855 കേട്ടോ. പിന്നെ 2010 യൂണിവേഴ്സിറ്റി ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. പ്രസിഡൻസി കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആൻസർ C അല്ലേ വരിക?
സിയിൽ ഏതൊക്കെ സിയും ഡിയും ഇ ആണല്ലോ. നാഷണൽ കോളേജ് ബംഗളൂരു ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ആണോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരു ആൻസർ കീയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പ്ലനേഷനും ഇതും കൂടെ ഈ ക്വസ്റ്റ്യന്റെ. ഇങ്ങനാണ് കേട്ടോ ആൻസർ കണ്ടിട്ടുള്ളത്. ഞാന് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നാഷണൽ കോളേജ് ബംഗളൂരു ആനി ബസന്തിന്റെ ഒക്കെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആപ്പിലാണോ കണ്ടിട്ടുള്ളത്? ആപ്പിന്ന് എടുത്ത എക്സ്പ്ലനേഷൻ ആണോ നിങ്ങള്? ആപ്പത്തതല്ല, ഞാന് ഇതിന്റെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടിരുന്നു പ്രീവിയസ് ഇയറിലെ. ഓക്കെ ഓക്കെ. പി എൻ ആണ് കേട്ടോ ആൻസർ. യുജിസിന്റെ ആൻസർ കീല് പി എൻ ആണ്. ഓക്കെ യെസ്, പി എൻ ആണ് കേട്ടോ ആൻസർ. ഖൽസ കോളേജും സിദ്ധാർത്ഥ് കോളേജും മിലിൻഡ് കോളേജും ആണ് അംബേദ്കറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ. ഇതിൽ സിദ്ധാർത്ഥ് കോളേജും മിലിൻഡ് കോളേജും ഈ ബി ആർ അംബേദ്കറും അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ അണ്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ളതും, ഖൽസ കോളേജ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. പ്രസിഡൻസി കോളേജ് നമ്മൾ പറഞ്ഞു. നാഷണൽ കോളേജ് ബംഗളൂരു 1917 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബി ആർ അംബേദ്കറിനെ നോക്കാം. ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ സൊസൈറ്റി, PES എന്ന് പറയും. ഇത് 1945 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ അണ്ടറിൽ കുറേ കോളേജസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവരെ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിന്റെ സൈറ്റിൽ കയറിയാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള മുംബൈ, ഔറംഗാബാദ്, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതിൽ കുറച്ചാണ് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സിദ്ധാർത്ഥ് കോളേജ് മുംബൈ. സിദ്ധാർത്ഥ് കോളേജ് തന്നെ മുംബൈയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കോളേജസ് ഉണ്ട് കേട്ടോ. സിദ്ധാർത്ഥ് കോളേജ് ഫസ്റ്റ് 1946 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് സിദ്ധാർത്ഥ് കോളേജ് ഓഫ് ആർട്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ് ആയിരുന്നു. പിന്നീട് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇക്കണോമിക്സ്, പിന്നെ മിലിൻഡ് കോളേജ് ഔറംഗാബാദ് 1950. പിന്നെ മിലിൻഡ് കോളേജിന്റെ തന്നെ ഇതേപോലെ മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ അല്ലേ? കണ്ടിന്യൂ. ഓക്കെ,
പിന്നെ ഉള്ളത് ഡോക്ടർ അംബേദ്കർ കോളേജ് ഓഫ് കൊമേഴ്സ് എക്കണോമിക്സ്, അതേപോലെ ഡിഫറെന്റ് സബ്ജക്ട്സ് ഉണ്ട് കേട്ടോ. 1956 കുറെ കോളേജസ് ഉണ്ട് കേട്ടോ. ഞാൻ മാം പോയോ? ഏതാ അറിഞ്ഞിട്ടില്ലേ? സൂം ഔട്ടായി പോയതാണ്. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടില്ല. ഇന്നലെയും ഇതേപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാട്ടോ. സ്ക്രീന് കാണണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഞാന് പോയി വന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത ബി.ആർ. അംബേദ്കറിന്റെ അവരുടെ PSന്റെ കീഴിലുള്ളത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ കോളേജ് ഓഫ് ലോ ഉണ്ട്. പിന്നെ ഭാരത് രത്ന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ലീഗൽ ഈ ഒരു ഏരിയയിൽ 1978 പിന്നെ PES കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതും ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിന് ഉണ്ട് കേട്ടോ. ഇത് ഔറംഗാബാദിലാണ്. പിന്നെ കൽസ കോളേജും ബി.ആർ. അംബേദ്കറുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. കൽസ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1892 ഇവിടെ അദ്ദേഹം ലോ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഈ കോളേജ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാലോ അല്ലെ? ഇനി നമുക്ക് 5 ഇയർ പ്ലാൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ആൻസർ പറയൂ. തേർഡ് 5 ഇയർ പ്ലാനിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്തായിരുന്നു? അബോളിഷൻ ഓഫ് എഡ്യൂക്കേഷൻ കമ്മീഷൻ, റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് കോളേജസ്, സെറ്റിംഗ് അപ്പ് എക്സാമിനേഷൻ റിസർച്ച് യൂണിറ്റ്സ് ഇൻ സം യൂണിവേഴ്സിറ്റീസ്, മോർ എംഫസിസ് ഓൺ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഈ ഒരു ടേമില് 5 ഇയർ പ്ലാൻസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. മറ്റേ കഴിഞ്ഞ ജൂൺ എക്സാമിനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡിസംബറിലും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് ഉള്ളായിരുന്നു. എല്ലാരും സി ആണല്ലേ? ഓക്കെ, ബി ഉണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സി ആണ് കേട്ടോ ആൻസർ. സെറ്റിംഗ് അപ്പ് എക്സാമിനേഷൻ റിസർച്ച് യൂണിറ്റ് ഇൻ സം യൂണിവേഴ്സിറ്റീസ്. നമുക്ക് പറയാം, ബാക്കിയുള്ളതൊക്കെ നോക്കുക. അബോളിഷൻ ഓഫ് എഡ്യൂക്കേഷൻ കമ്മീഷൻ അബോളിഷ് ചെയ്യണം എന്നുള്ളത് പറയാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെ. പിന്നെ നമ്പർ ഓഫ് കോളേജസ് റെഡ്യൂസ് ചെയ്യുക, അതും കുറവാണ്. ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നും തേർഡ് 5 ഇയർ പ്ലാനിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഏതിലും അങ്ങനെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. തേർഡ് 5 ഇയർ പ്ലാന് വന്നിട്ടുള്ളത് 1961 to 1966 ഈ ഒരു ടൈമിലാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മൾ എഡ്യൂക്കേഷനിൽ വരുമ്പം ഉള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സർവീസസ് ആയിരുന്നു. എന്തിലൂടെ? നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂട്ടുക, അതേപോലെ എഡ്യൂക്കേഷനെ ഒന്നുകൂടി റെലവെന്റ് ആക്കാൻ
നമ്മുടെ കാലത്തിനനുസരിച്ച് പ്രസക്തമാക്കിയിട്ട് മാറ്റുക എന്നുള്ളതും തേർഡ് 5 ഇയറിന്റെ പ്ലാൻ ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എക്സാമിനേഷൻ റിഫോംസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് എക്സാമിനേഷൻ റിസർച്ച് യൂണിറ്റുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം കൂടി തേർഡ് 5 ഇയർ പ്ലാന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. എക്സാമിനേഷൻ റിസർച്ച് യൂണിറ്റിന് എറൂസ് എന്ന് ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുക. അതായത് ഈ എക്സാമിനേഷൻ റിസർച്ച് യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്തേക്കാരം എന്ന് വെച്ചാല് നമ്മുടെ എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. അതായത് ഏത് തരം എക്സാംസ് ആണ് കൂടുതൽ. PDF-ലുണ്ടോ? ക്ലാസ്സിലൊക്കെ ഏതെങ്കിലും ക്ലാസ്സിലുണ്ടോ? അതെ, നമ്മള് കഴിഞ്ഞ ക്ലാസ് മീൻസ് December 24 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പം ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മള് ഇപ്പം പൊതുവെ നമ്മൾ സ്കൂൾ സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ റോട്ട് മെമ്മറൈസേഷൻ ആണല്ലേ കുറെയൊക്കെ വരുന്നത്, കാണാൻ പഠിച്ചിട്ട് എക്സാം എഴുതുക എന്നുള്ളത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യുന്ന, മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ലെവൽക്ക് കൊണ്ട് വരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സാമിനേഷൻ റിസർച്ച് യൂണിറ്റുകൾ ഉണ്ടാക്കണം എന്ന് തേർഡ് 5 ഇയർ പ്ലാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു 5 ഇയർ പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 5 ഇയർ പ്ലാൻസ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫിഫ്ത്തും ആണുള്ളത്. പിന്നെ ലിസ്റ്റ് 2-ല് ഏജൻസി സെറ്റപ്പ് എന്ത് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോണമസ് കോളേജസ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സയന്റിഫിക് സ്റ്റഡി, 2 റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ വർധ ആൻഡ് മൈസൂർ. ഇതില് ഫസ്റ്റ് 5 ഇയർ പ്ലാന്റത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂലേ, ഇയർ ഒക്കെ നോക്കിയാലേ, എന്നാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ മൈസൂരും വർധ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒറ്റ കാര്യം കിട്ടിയാൽ ഇത് കിട്ടും. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇതിൽ ഏതായിരിക്കും എന്ന്. യെസ്, ഓട്ടോണമസ് നോക്കിയാലും മതി. നമുക്ക് കുറച്ചും കൂടി മേ ബി എല്ലാവർക്കും അറിയുന്നുണ്ടാവുക UGC ഒക്കെ ആയിരിക്കാം. പിന്നെ നിങ്ങൾ എല്ലാവരും നല്ല പഠിപ്പിച്ച ആളായതുകൊണ്ട് എല്ലാതും അറിയുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. എന്റെ ക്ലാസ് കൊണ്ട് മാത്രം ഒന്നും പറയണ്ട കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് പല കണ്ടന്റ്സും കൺസ്യൂം ചെയ്തിട്ടുണ്ടാവില്ല, അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോ എല്ലാരും B ആണ് പറഞ്ഞിട്ടുള്ളത്. B എന്നാണ് അല്ലെ, അതില് നമുക്ക് തെറ്റാൻ യാതൊരു സാധ്യതയും ഇല്ല. കാരണം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഏതാ മേച്ചാവുക? UGC ആണ് അല്ലെ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഇയർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നിട്ടുള്ളത് ഏത് ഇയർ ആണ്? 1951 to യെസ്, 51 to 56 ആയിരുന്നു ഫസ്റ്റ് 5 ഇയറിന്റെ പ്ലാന്. ആ കാലഘട്ടത്തിലാണല്ലോ നമ്മളെ UGC വന്നിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാന് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സയന്റിഫിക് സ്റ്റഡി. പിന്നെ തേർഡ് 5 ഇയർ പ്ലാന് ഏതാണ്? റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വർധ, മൈസൂർ, ഇവിടൊക്കെ ഇങ്ങനത്തെ റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ ഫിഫ്ത്ത് 5 ഇയർ പ്ലാന്റെ ഭാഗമായിട്ടാണ് ഓട്ടോണമസ് കോളേജസ്. അത് നമുക്ക് ഏതും ആയിട്ട് കോത്താരി കമ്മീഷൻ ആയിട്ടും അങ്ങനെ റിലേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് 5 ഇയർ പ്ലാന് 1951 to 56 ആണ്. ഹയർ എഡ്യൂക്കേഷൻ റെഗുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇതില്. അങ്ങനെയാണ് നമ്മളെ UGC ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാന് 1956 to 61 ആണ്. ഇതില് സയൻസ് ആൻഡ് ടെക്നോളജിയിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മളെ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം. IIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, IITs ഒക്കെ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ സെക്കൻഡ് 5 ഇയർ പ്ലാനിലൂടെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സയന്റിഫിക് റിസർച്ച് യൂണിറ്റുകളും തുടങ്ങണം. സയൻസ് ആൻഡ് ടെക്നോളജിയിലായിരുന്നു ഫോക്കസ്. തേർഡ് 5 ഇയർ പ്ലാന് 1961 1966 ആണ്. എന്താ പറയുന്നത്? എഡ്യൂക്കേഷണൽ
നമ്മുടെ റൂറൽ ഏരിയാസിക്കും കൂടി എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് ഹയർ എഡ്യൂക്കേഷന് റൂറൽ ഏരിയാസിലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലൂടെ അവരുടെ ആ ഒരു നാടുണ്ടല്ലോ, നാട്ടിലും ഡെവലപ്മെന്റ് നടക്കണം. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ മൈസൂര്, വർധ, ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 5th 5-year പ്ലാൻ വരുന്നത് 1974 to 79 ആണ്. ഇവിടെ കോളേജുകൾക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ കോളേജുകൾക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുക്കുക. ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉണ്ടാകുമ്പോൾ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള എപ്പോഴും യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ഒരു ഫ്രീഡം ഉണ്ടാവും, കരിക്കുലത്തിലാണെങ്കിലും എക്സാമിലാണെങ്കിലും ഒക്കെ. ഓക്കെ, പിന്നെ ഈ ഓട്ടോണമസ് കോളേജുകൾ ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുക്കുക എന്നുള്ളത് കോത്താരി കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷനും കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാജിറിന്റെ DP ആണല്ലോ വിഷയം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ത്യയിലെ ഹയർ ലേണിംഗിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആരായിരുന്നു? ഫ്രാൻസിസ് ഗ്ലാഡ്വിൻ, വില്യം വാർഡ്, വില്യം ആഡം, വില്യം ജോൺസ്. ഓ, എല്ലാവർക്കും അറിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. എല്ലാരും ഒരേ ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ D ആണ് അല്ലെ, വില്യം ജോൺസ് ആണ്. ഓക്കെ, നമുക്ക് വില്യം ജോൺസിനെ കുറിച്ചൊന്ന് നോക്കാം കേട്ടോ. നമ്മളെ ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഫിലോളജിസ്റ്റ് ആയിരുന്നു. ഫിലോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ ലാംഗ്വേജസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് കേട്ടോ ഫിലോളജി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഹിസ്റ്ററിയും അങ്ങനത്തെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പുണ്യ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ടാവുമല്ലോ, ഇന്ത്യൻ ലാംഗ്വേജസിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ലാംഗ്വേജസിലും ലിറ്ററേച്ചറിലും കൾച്ചറിലും ഒക്കെ, പെർട്ടിക്കുലർലി സംസ്കൃതത്തിലൊക്കെ. അങ്ങനെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് 1784 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നാണ് ഇപ്പോ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്തായിരുന്നു? ഹിസ്റ്ററിനെ കുറിച്ചും സയൻസ്, ലിറ്ററേച്ചർ, ഏഷ്യയിലുള്ള ലിറ്ററേച്ചർ, സയൻസ്, ഹിസ്റ്ററി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നോളജുകൾ സ്പ്രെഡ് ചെയ്യുക, ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റി ആണ് കേട്ടോ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സർ വില്യം ജോൺസിന്റെ കുറച്ച് വർക്കുകൾ ഉണ്ട്, ട്രാൻസ്ലേഷൻ വർക്കുകളൊക്കെ ഉണ്ട്. അദ്ദേഹം കാളിദാസന്റെ അഭിജ്ഞാന ശകുന്തളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മനുസ്മൃതിയും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇൻഡോളജിന്റെ ഫൗണ്ടേഷൻസ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇൻഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യനെ കുറിച്ച് വെസ്റ്റേൺ വേൾഡിൽ പഠിക്കുമല്ലോ, അതിനാണ് ഇൻഡോളജി എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഷകളുണ്ടല്ലോ, സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ, ഇങ്ങനത്തെ ഭാഷകളൊക്കെ തമ്മിലുള്ള സിമിലാരിറ്റീസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് കമ്പാരിറ്റീവ് ഫിലോളജി, അതായത് കമ്പാരിറ്റീവ് ലാംഗ്വേജ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടായി വരാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ ഈ ഒബ്സർവേഷനും അതിന്റെ ഒരു ഭാഗമായിട്ട് വരും കേട്ടോ. ആഹാ, ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഉഷാറാണ് കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ളവരും കൂടി നോക്കാം കേട്ടോ. ഫ്രാൻസിസ് ഗ്ലാഡ്വിൻ, അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റ് ആയിരുന്നു. പേർഷ്യൻ വർക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്യം വാർഡ് സെറാംപൂർ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഒറ്റക്കല്ല, പക്ഷെ ആ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഭാഗമായിട്ടുള്ള ആളാണ് വില്യം വാർഡ് എന്ന് പറയുന്നത്. ഈ സെറാംപൂർ കോളേജ് എന്തിനായിരുന്നു? നമ്മളെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ലിറ്ററേച്ചറും യൂറോപ്യൻ സയൻസും യൂറോപ്യൻ ലിറ്ററേച്ചറും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇനി വില്യം ആഡം അദ്ദേഹം ഒരു ഇൻക്വയറി നടത്തുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻഡിജീനസ് എഡ്യൂക്കേഷൻ, നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള നമ്മൾ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ബംഗാളിലും ബീഹാറിലൊക്കെ ഉള്ള
ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നതാണ് 1835 to 1838 ഇടയില് അദ്ദേഹത്തിന്റെ ഫോക്കസ് വെർണക്കുലർ എഡ്യൂക്കേഷൻ ആയിട്ടോ. വെർണക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. ഓക്കെ, യെസ്, റീജിയണൽ. ഇതിന്റെ മുന്നത്തെ സൈഡ് ഒന്ന് കാണിക്കോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവല്ലേ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ എന്താക്കാം? ക്യാമ്പസുകൾ സ്ഥാപിക്കാം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്നാൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് ആയിട്ട് വരുന്നത്? ഫസ്റ്റത്തേല് പറയുന്നത് ഇന്ത്യൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഈ യൂണിവേഴ്സിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലാണ് അവർക്ക് ഇന്ത്യയിൽ അവരുടെ ക്യാമ്പസുകൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റുക. രണ്ടാമത്തേല് പറയുന്നത് അവർക്ക് ഗ്ലോബൽ റാങ്കിങ് ഉണ്ടാവുമല്ലോ യൂണിവേഴ്സിറ്റികളുടെ, അതില് 500 താഴെ ഉള്ള റാങ്ക് ഉണ്ടായിരിക്കണം. സിയില് പറയുന്നത് ഗ്ലോബൽ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഗ്ലോബൽ റാങ്കിങ് ഉണ്ടാവില്ല, മൊത്തം ഗ്ലോബൽ റാങ്കിങ് അല്ല, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള അതില് 500 ടോപ്പ് 500ന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഡിയില് പറഞ്ഞിട്ടുള്ളത് അവരവിടെ പഠിപ്പിക്കാന് ലൈക്ക് അവരിപ്പോ ഒരു കോളേജ് അപ്പോ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, ടീച്ചേഴ്സും അതേപോലെ ഇന്ത്യൻ. പിന്നെ ഇതില് പറയുന്നത് ഒരു സ്പെസിഫിക് ഏരിയയിൽ ഏത് ഏരിയ ആണോ ഒരു ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെർട്ടൈസും. ഓക്കെ, ഇപ്പോ ബ്രേക്ക് ഉണ്ടോ? എത്ര വരെ ക്ലാസ്? 11:30 വരെ കേട്ടോ. ഇപ്പോ ബ്രേക്ക് ഉണ്ടോ? പറയണത് എനിക്ക് കേക്കായിട്ടാണോ? ഇപ്പം ബ്രേക്ക് ഇല്ല മാം. ഓക്കെ, ഞാൻ ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, പക്ഷെ നിങ്ങളെ ആൻസർ എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക, കുറച്ച് കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യും. സി ഉണ്ട്, ഡി ഉണ്ട്, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാലോ ആൻസർ. ഡി ആണ് കേട്ടോ ആൻസർ. ബിയും സിയും ഇയും നമുക്ക് കുറച്ചൊക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവൂലേ. അതായത് ഫസ്റ്റത്തേൽ എന്താ പറയുന്നത്, എയിൽ എന്താ പറയുന്നത്, ഇന്ത്യൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അതെന്തായാലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാൻ യാതൊരു ചാൻസും ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് എ ക്യാൻസൽ ചെയ്യാം. പിന്നെ ബിയും സിയും നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം. ഡി എന്തായാലും തെറ്റാന്ന് മനസ്സിലാക്കല്ലേ. ഒരു ഇവിടെ
ക്യാമ്പസുകൾ തുടങ്ങിയിട്ട് പിന്നെ ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ പഠിപ്പിക്കണം എന്നുള്ളത് നിർബന്ധം പറയണത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല അല്ലേ. അപ്പൊ ഡിയും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ബാക്കി 3 ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ യെസ്, 2 ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് ഇന്ത്യൻസിനെയും ഓൾക്ക് റിക്രൂട്ട് ചെയ്യാം, പക്ഷെ ഇന്ത്യൻസിനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഇതില് ബിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബിയിൽ പറഞ്ഞിട്ടുള്ളത് ടോപ്പ് 500 കോളേജസ് ഗ്ലോബൽ റാങ്ക്, മൊത്തം യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ്ങില് ടോപ്പ് 500ന്റെ താഴെ വരണം ഇവരുടെ റാങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ സിയില് പറഞ്ഞിട്ടുള്ളത് ഇനി ഓക്കെ, ഒരിക്കൽ മൊത്തം യൂണിവേഴ്സിറ്റീസിന്റെ കാറ്റഗറീസിൽ 500ന്റെ താഴെ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും സബ്ജക്ട് വൈസ് കാറ്റഗറീസ്, ഇപ്പം നമ്മളെ നിർഫ് റാങ്കിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ടോട്ടൽ ആയിട്ടുള്ള ഓവറോൾ കാറ്റഗറി ഉണ്ടാവും, അതല്ലാതെ ഡിഫറെന്റ് സബ്ജക്ട് വൈസ് കാറ്റഗറീസ് ഉണ്ടാവുമല്ലോ. ഈ സബ്ജക്ട് വൈസ് കാറ്റഗറീസിൽ ടോപ്പ് 500ന്റെ താഴെ വന്നാലും മതി. ഓക്കെ, അങ്ങനത്തെ 2 കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് അവരുടെ സ്പെസിഫിക് ഏരിയ ഏതാണോ അതിൽ അവർ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പോഴല്ലേ നമുക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം കോമൺ സെൻസ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ NEP റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ കമ്പോണൻസ് ആയിട്ട് NEP ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ അഫിലിയേഷൻ, കരിക്കുലം, പെഡഗോജി, കണ്ടിന്യൂസ് അസസ്മെന്റ്, ഹയർ ഫീ. ഇതും നമുക്ക് കമ്പോണൻസ് അറിയില്ലെങ്കിലും നമ്മളെ ബേസിക് കോമൺ സെൻസ് യൂസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം NEP നെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ NEP ഫുള്ളായിട്ട് NEP നെ കുറിച്ച് കുറെ ഉണ്ടാവുമല്ലോ, ലൈക്ക് അവരുടെ റിപ്പോർട്ട് ആണെങ്കിലും ഒക്കെ, അത് ഫുള്ളായിട്ട് നോക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ര പ്രാക്ടിക്കൽ ആയിക്കൊള്ളണം എന്നില്ല. കാരണം നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 20 സബ്ജക്റ്റിലെ ഒരൊറ്റ സബ്ജക്റ്റ് ആണ്, അതിലും NEP ആയിട്ടൊരു ഭാഗം മാത്രമാണ്. അത്രയും ഐഡിയ അല്ലല്ലോ. അപ്പോ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ PYQയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. പിന്നെ ബാക്കി നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഏറെക്കുറെ ആൻസർ ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാരും ബി ആണ് പറഞ്ഞിട്ടുള്ളത്. ബി തന്നെയാണ് അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിയും സിയും ഡിയും, അതായത് കരിക്കുലം, പെഡഗോജി ആൻഡ് കണ്ടിന്യൂസ് അസസ്മെന്റ്. പൊളിറ്റിക്കൽ അഫിലിയേഷൻ നോക്കാം നമുക്ക്. എന്താ പറയാ, ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ ബേസിൽ പൊളിറ്റിക്സ് വരുന്നുണ്ടോ? ഇല്ലല്ലേ, അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഹയർ ഫീയും വരുന്നില്ല. നമ്മള് ഇപ്പം ക്വാളിറ്റി എഡ്യൂക്കേഷൻ പറയുമ്പോൾ ആക്സസ്, ഇക്വിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും അവൈലബിൾ ആവുക എന്നുള്ള ഒരു ബേസിൽ ഹയർ ഫീ വെച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവൈലബിൾ ആവാനുള്ള സാധ്യത വളരെ കുറയൂലേ. പൈസ ഉള്ളവർക്ക് മാത്രല്ലേ ലൈക്ക് ഭയങ്കര ഫീ ഒക്കെ കൊടുത്തിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതും ക്യാൻസൽ ചെയ്യാം. ബാക്കി കരിക്കുലും, പെഡഗോജിയും, കണ്ടിന്യൂസ് അസസ്മെന്റും. കരിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ്, പിന്നെ പെഡഗോജി എന്ന് പറഞ്ഞാൽ ടീച്ചിങ് മെത്തേഡ്സുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്യണം. പിന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ്, നമ്മളെ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് മാറിയിട്ട് കുറച്ചും കൂടി കണ്ടിന്യൂസ് അസസ്മെന്റ്, അതായത് ഇവരുടെ നമ്മളെ പഠിക്കുന്ന പ്രോസസ്സിൽ മൊത്തം കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെന്റ് നടന്നുകൊണ്ടിരിക്കണം. പല ഫീൽഡ്സ്, നമ്മളെ അക്കാഡമിക്സ് മാത്രമല്ല നമ്മളെ ബാക്കി ഫീൽഡ്സിലും കൂടി അസസ്മെന്റ് നടന്നുകൊണ്ടിരിക്കണം എന്നും കൂടി ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ കമ്പോണൻസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അഗെയിൻ NEP ആണ്. National Education Policy 2020 supported the idea of science only education, fragmented research, rigorous specialization, segregating humanities and science. ശരിക്കും വായിക്കാട്ടോ. ഓപ്ഷൻസ് ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്യാ, തെറ്റി പോകരുത്.
ബിയും സിയും ഡിയും ഒക്കെ ഉണ്ട്. ആരതായിരിക്കും ശരി? ഇതിൽ ചിലതൊക്കെ ഇപ്പം ഇന്നതാണ് കറക്റ്റ് എന്ന് അറിയില്ലെങ്കിലും ബാക്കിയുള്ളത് തെറ്റാണ് നമുക്ക് അറിയണ്ടാവും. എലിമിനേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യാട്ടോ. ഓക്കെ ഇതില് ഓക്കെ, ഏതും ശരിയില്ല. സി ആണ് കേട്ടോ ആൻസർ. അതായത് എ നോക്കാം, സയൻസ് ഓൺലി എഡ്യൂക്കേഷൻ. അത് തെറ്റാണല്ലോ. സയൻസ് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ലല്ലേ. എല്ലാ സയൻസും ആർട്സും എല്ലാതും ഉണ്ട്. പിന്നെ ബി ആണോ? ബിയും അല്ല. നമ്മൾ പറഞ്ഞു ഫ്രാഗ്മെന്റഡ് റിസർച്ച്. ഇപ്പം റിസർച്ചിനെ ഫ്രാഗ്മെന്റ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ച് മെറൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് റിസർച്ചിനെ ഇന്റഗ്രേറ്റഡ് ആക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബിയും അല്ല. ഇനി ഡി നോക്കാം, സെഗ്രിഗേറ്റിംഗ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ്. ഹ്യൂമാനിറ്റീസിനും സയൻസിനും എന്ത് ചെയ്യുക? സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. അതാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് അല്ലെ. ഹ്യൂമാനിറ്റീസും സയൻസും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് മൂന്നും അല്ലാട്ടോ. ഇതില് ഉള്ളയില് ആൻസർ ആയിട്ട് വരുന്നത് റിഗറസ് സ്പെഷ്യലൈസേഷൻ ആണ് കേട്ടോ. അതായത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റീസിനും മൾട്ടി ഡിസിപ്ലിനറി കൊണ്ടുവരിക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ കൂടെ ഇപ്പം ഒരു ഫോക്കസ് ഏരിയ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതില് എന്തായിരിക്കണം? സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിപ്പം വ്യക്തികളാണെങ്കിലും അവര് ലൈക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി. നമ്മൾ പഠിക്കണതിന്റെ കൂടെ ബാക്കി സബ്ജക്റ്റുകളും കൂടി കുറച്ച് പഠിക്കണം എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഏതാണോ അതിലെന്തായിരിക്കണം? നമ്മൾ വളരെ കൃത്യമായി, റിഗറസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു നോളജും നമുക്ക് അതിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ അത് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളത് എന്തായാലും വരില്ല എന്ന് ഉറപ്പല്ലേ. അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എലിമിനേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യട്ടോ. ഓക്കെ ആണോ? റൈഗ്രസ് എന്ന് പറഞ്ഞാല് നമ്മളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഡിസ്കഷൻസ് അതൊക്കെ കൂടി ഉള്ളതല്ലേ? റിഗറസ് എന്ന് പറഞ്ഞാലോ? അല്ല, അങ്ങനെയല്ല അത് ഉദ്ദേശിക്കണ്ടേ. ഇപ്പൊ നമ്മള് കരിക്കുലത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഡിബേറ്റ്, ഡിസ്കഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുമ്പോഴല്ലേ? എനിക്കറിയണത് അങ്ങനല്ല കേട്ടോ. യെസ്, അങ്ങനെയല്ല കേട്ടോ. യെസ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ശരിയാക്കിയിട്ട് തിരുത്തി മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ഈ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഒരു ഷിഫ്റ്റിലെ എക്സാം ആണ്. ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നോക്കാം, NEP-ന്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ മുന്നത്തെ ക്വസ്റ്റ്യനും NEP ആണ്. പിന്നെ ഇതിപ്പം ഓക്കെ, പിന്നെ 5 ഇയർ പ്ലാൻസിന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ NEP-ന്ന് 2 ക്വസ്റ്റ്യൻ ഈ ടേമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടേമിലല്ല, ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ എത്ര ക്വസ്റ്റ്യൻസ് വരെ പോകും നോക്കാം. 11:30 വരെ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ പറഞ്ഞിട്ടുള്ള കോട്ടാണ്, എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? എല്ലാരും ഡീലോ?
ഓക്കെ, ആൻസർ അറിയാൻ കുഴപ്പമില്ല കേട്ടോ, ഗസ് ചെയ്യാ. DBC കഴിഞ്ഞോ? ഏന്നാർക്കും പറയാൻ താല്പര്യമില്ലേ രവീന്ദ്രനാഥ ടാഗോറിനെ? ഓക്കെ, ഇനിയിപ്പം എനിക്ക് അതൊരു സങ്കടം വേണ്ട വിചാരിച്ചിട്ടാണ് നമ്മളെ ഏം കൂടിയാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. നമ്മൾ മനുഷ്യന്മാരിലുള്ള പെർഫെക്ഷന്റെ ഒരു എക്സ്പ്രഷൻ ആണ് എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇങ്ങനെ കോഡ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലാത്ത ടീച്ചിങ്ങിലും ഒക്കെ ഈ ഒരു എക്സാമിന് കോഡ്സ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം. Where did nuns and monks meditate, debate and discuss with learned for their quest for knowledge? അതായത് നമ്മളെ ഈ എന്താ പറയാ മോങ്സും സന്യാസികളും അതേപോലെ സന്യാസിനികളും ഒക്കെ ഇവര് എന്താക്കിയിട്ടുണ്ടായിരുന്ന ഇതാട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യും, പരസ്പരം ഡിബേറ്റ് ചെയ്യും, നോളജുകൾ ഡിസ്കസ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? മൊണാസ്ട്രീസ്, ബസദീസ്, ചേർച്ചസ്, ഗദിക. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നാണ് അല്ലെ? ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും എല്ലാരും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, മൊണാസ്ട്രികളാണ് അല്ലെ? ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളാണ് നമ്മള്. യെസ്, ആ ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോങ്സ് നൺസ് എന്നൊക്കെ പറയാറുള്ളത്. ഓക്കെ, ജസ്റ്റ് നോക്കാട്ടോ. അതായത് മൊണാസ്ട്രികളിൽ നടക്കാറുണ്ടായിരുന്നത് മെഡിറ്റേഷൻ നടക്കാറുണ്ടായിരുന്നു, അതിന് ഭാവന എന്ന് പറയും. പിന്നെ സ്റ്റഡീസും ഡിസ്കഷൻസും നടക്കാറുണ്ടായിരുന്നു, പിന്നെ ഡിബേറ്റുകളും നടക്കാറുണ്ടായിരുന്നു. നമ്മൾ ആൻഷ്യന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുമ്പം അവിടുത്തെ ഒരു പഠന രീതി എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഡിബേറ്റും ഡിസ്കഷൻസ് ഒക്കെ. ഓക്കെ, പിന്നെ ബാക്കി ഓപ്ഷൻസിലുള്ളത് ബസദീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജൈനിസം റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സെന്റേഴ്സ് ആണ്, മെഡിറ്റേഷൻ ഒക്കെ നടക്കുന്നതാണ്. പിന്നെ ചേർച്ചസ് നമുക്ക് ഓൾറെഡി അറിയാലോ അല്ലെ? പിന്നെ ഗദിക എന്ന് പറഞ്ഞാല് ഈ ടെമ്പിൾസ്, ഹിന്ദു ടെമ്പിൾസ് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ ഗദിക എന്നുള്ളത്. എഡ്യൂക്കേഷൻ സെന്റേഴ്സ് തന്നെയാണ്, പക്ഷെ ഹിന്ദു ടെമ്പിൾസ് റിലേറ്റ് അവരോട് ഈ എടുത്തുള്ള അങ്ങനത്തതൊക്കെ ആണ് കേട്ടോ ഗദികാസ്. എ ആണ് ആൻസർ, മൊണാസ്ട്രീസ്. ബി എന്താ? ബസദീസ് എന്ന് പറഞ്ഞാല് ജൈനിസ് ഉണ്ടല്ലോ, അവരുടെ സെന്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അവര് അവരുടെ ലൈക്ക് ആരാധനകളൊക്കെ ചെയ്യുന്ന സെന്റേഴ്സ് ആണ് ബസദീസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, ഓർഡർ ആക്കാനാണ് അങ്ങനെ അവസരം വന്നിരിക്കുകയാണ്. ഇതെന്താണ്? ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആണ്. സിമ്പിൾ ആയിരിക്കും. നമ്മളെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതില് ഒറ്റൊന്നിന്റെ ഇയർ അറിയാണെങ്കിൽ സിമ്പിൾ ആയിരിക്കും.
ഓൾഡർ ടു ന്യൂ ആണ് കേട്ടോ ക്രോണോളജിക്കൽ ഓർഡർ ആക്കേണ്ടത്. യശ്വന്ത് ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശ് ഭോജ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. പുതിയ ടെക്നിക്ക് അപ്ലൈ ഉണ്ടോ നിങ്ങള്? എന്താ അവസ്ഥ? അതോ ഓൾറെഡി അറിയുന്നത് വെച്ചാണോ ആൻസർ ചെയ്യണേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് അശ്വിനി, അപർണ. എന്താ ആപ്ലിക്കേഷൻ? അതെ, അനീസർ JRF ക്ലബില് ക്രോണോളജി പഠിക്കാൻ പുതിയൊരു മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്തോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, പെഗ് വേർഡ്സ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആപ്പില് ഉണ്ട്. വർക്ക് ആവണതാണെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നമ്മളെ ക്ലാസ്സിൽ തന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ മിസ് ക്രോണോളജി പഠിക്കുക എന്നുള്ളത്. അതിനാണ് അനീസർ ആൻസർ തന്നിട്ടുള്ളത്. അപ്പോ എല്ലാരും B ആണ് അല്ലേ? അല്ല, എക്കാരുണ്ട് അല്ലേ? അല്ലല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ B ആണ് കേട്ടോ ആൻസർ. ഇതില് UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1999 അതറിയാണെങ്കിലും നമുക്ക് ഇത് ആൻസർ ചെയ്യാം, ലൈക്ക് ലാസ്റ്റ് അത് വന്നിട്ട്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് ഏതാണ്? കൊത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്, 1987 വന്നിട്ടുണ്ട് കേട്ടോ. 1987 വേറൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടല്ലോ, അതേതാ? യെസ്, നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി. വെരി ഗുഡ് നബീല. പക്ഷേ ഈ കൊത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ ഇപ്പോ വർദ്ധമാൻ മഹാവീർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അനീസാറ് ശാപം കിട്ടൂലേ? പിന്നെ രണ്ടാമത്തത് യശ്വന്ത് ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്, 1989 കേട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഏതാണ്? മധ്യപ്രദേശ് ഭോജ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1992 1991 പറയാറുണ്ട് കേട്ടോ. 1991 ഈ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ആക്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ 1991 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഏതാണ്? കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1996. പിന്നെ C UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി. നമ്മൾ ഇതില് കൊത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അത് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ പറയാത്തത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ കൊത്തിയും നമ്മളെ നളന്ദിയും കണക്ട് ചെയ്ത് വെക്കാട്ടോ. 1987 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ എല്ലാവർക്കും? എന്ന് പറയാട്ടോ. ഇങ്ങനെ പോയാ പോരെ? എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലൊക്കെ പറയാം. മാം, ഈ സെക്ഷൻ 1 നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ? വീഡിയോ അല്ല, ഫസ്റ്റ് വീഡിയോ ആണോ? ഫസ്റ്റ് വീഡിയോ ഇല്ല കേട്ടോ, അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് കുറച്ച് ടൈം തരണം. ചെറിയൊരു 2, 3 തൊട്ട് ബാക്കി കണ്ടിന്യൂസ് ഉണ്ടായിരുന്നേ, ഫസ്റ്റ് കണ്ടില്ല, അതാ ചോദിച്ചു. യെസ്, ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാത്തോണ്ടാണ് കേട്ടോ. ബാക്കിയുള്ളത് ഫുൾ ഉണ്ട്. ആൻഷ്യന്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലൈക്ക് ഫസ്റ്റ് അത് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ ചിലപ്പം ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് മെറ്റീരിയൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടല്ലോ, അപ്പോ മെറ്റീരിയൽ വായിക്കാട്ടോ. അത് എവിടെയാ കിടക്കുന്ന മെറ്റീരിയല്? മെറ്റീരിയല് JRFism എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടല്ലോ. ഇതാണ് കേട്ടോ 7th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചിരുന്നു.
മെറ്റീരിയല് നമ്മളെ ലേണിംഗ് പാത്തില് കുറച്ച് താഴെയായിട്ട് പേപ്പർ 1 JRFism മെറ്റീരിയൽ December 25 എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടല്ലോ, അതില് ഹയർ എഡ്യൂക്കേഷൻ അണ്ടറിലുണ്ട് കേട്ടോ. നമ്മളെ ഫസ്റ്റ് ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ മെറ്റീരിയൽ ഫുൾ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കണം. ഓക്കെ, ഓക്കെ. മാം ഇപ്പൊ പറഞ്ഞ ഫോൾഡർ ഏതായിരുന്നു? ലേണിംഗ് പാത്തിലെ കുറച്ച് താഴെയായിട്ട് പേപ്പർ 1 JRFism മെറ്റീരിയൽസ് December 25 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൽ മാത്സിൻ്റെതും നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ്റെതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സ് ഹനിയ മാം അല്ല എടുത്തിട്ടുള്ളത്, അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഓക്കെ മാം. ഇനി എന്തില്ലല്ലോ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പോ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്.